കോഴിക്കോട് രൂപതയെ അതിരൂപതയായും മെത്രാനായ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പായും നാളെ സ്ഥാനാരോഹണം നടത്തും. തന്റെ സ്ഥാനാരോഹണത്തെ ദൈവാനുഗ്രഹമായി കാണുന്നുവെന്ന് നിയുക്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോഴിക്കോട് സെയിന്റ് ജോസഫ് ദേവാലയത്തിൽ നാളെ വൈകിട്ട് 3 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുക. എൻ്റെ സ്ഥാനാരോഹണത്തെ ഞാൻ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ജനങ്ങളുടെ അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലവും കൂടിയാണത്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ജനങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്ന് വരെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കരം തുടർന്നും എൻ്റെ മേലും എൻ്റെ രൂപതയുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. മലബാറിലെ ലാറ്റിൻ സഭയുടെ മാതൃരൂപമായ കോഴിക്കോട് രൂപത സ്ഥാപിതമായിട്ട് 102 വർഷം പൂർത്തിയാകുമ്പോഴാണ് രൂപതയെ അതിരൂപതയായി ഉയർത്തിയത്. ശതാബ്ദി നിറവിലുള്ള കോഴിക്കോട് രൂപതയ്ക്ക് ഇരട്ടി മധുരമായി രൂപത അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ പ്രഥമ ആർച്ച് ബിഷപ്പായും നിയമിച്ചു. KCBCയുടെയും CBCIയുടെയും ജനറൽ സെക്രട്ടറി ആയിരുന്ന ബിഷപ്പ് നിലവിൽ KRL-CBCയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുകയാണ്. ഒരു ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ജനങ്ങളെ അറിയുന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തിയായി തീരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ബിഷപ്പ് പറഞ്ഞു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, ജനങ്ങളെ അറിയുന്ന, ജനങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായി തീരണമെന്നാണ് ആദ്യമായിട്ട് ഞാൻ ആലോചിക്കുന്നത്. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ലത്തീൻ സഭയുടെ കേരളത്തിലെ 3ാമത്തെ അതിരൂപതയാണ് കോഴിക്കോട്. വരാപ്പുഴ അതിരൂപതയുടെ ഭാഗമായിരുന്ന കണ്ണൂർ, സുൽത്താൻപേട്ട് എന്നീ രൂപതകളെ സാമന്ത രൂപതകളായി നൽകിയാണ് കോഴിക്കോട് അതിരൂപത സ്ഥാപിച്ചിട്ടുള്ളത്. കോഴിക്കോട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് അപ്പസ്തോലിക് നൂൻഷ്യോ റവറൽ ലിയോപോൾഡോ ജിറല്ലി നേതൃത്വം നൽകും. കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് വചന പ്രഘോഷണം നടത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. ഏകദേശം 2:30 ബിഷപ്സ് ഹൗസിൽ നിന്നും അനേകരുടെ അകമ്പടിയോടുകൂടി ബൈക്ക് റാലിയോടുകൂടി സിറ്റി സെയിന്റ് ജോസഫ് ദേവാലയ അങ്കണത്തിലേക്ക് അഭിമന്യ വർഗീസ് പിതാവിനെ നയിക്കും. അവിടെ എല്ലാ മെത്രാന്മാർക്കും വളരെ ഹൃദ്യമായ ഒരു സ്വീകരണവും സ്വാഗതവും നൽകി കൃത്യം 3 മണിക്ക് ദിവ്യബലി അർപ്പണം തുടങ്ങുകയാണ്. ഈ ദിവ്യബലി അർപ്പണത്തിന് മുഖ്യ കാർമ്മികനായി വരുന്നത് വത്തിക്കാൻ സ്ഥാനപതി അപ്പസ്റ്റോലിക് നൂൻഷ്യോ ടു ഇന്ത്യ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ലിയോപോൾഡോ ജിറല്ലി പിതാവാണ്. കോഴിക്കോട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ വൈകുന്നേരം 3 മണിയോടെ ആരംഭിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിവിധ രൂപതാ ബിഷപ്പുമാരും രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരുമാണ് എത്തുന്നത്. 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കോഴിക്കോട് രൂപതയിലെ വൈദികരും സന്യസ്തരും വിശ്വാസികളും സ്ഥാനാരോഹണത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.